Okay, my dear students, good morning. Welcome to our next session of Financial Markets and Services. അപ്പോൾ നമ്മൾ ദാറ്റ് ഈസ് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് വേറെ കുറച്ച് ടോപ്പിക്സുകളുടെ ഡിസ്കഷനിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ക്ലാസ് എടുക്കുമ്പോഴും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പറഞ്ഞു പോയെന്നുള്ളത് ജസ്റ്റ് പറയണം അല്ലേ, നിങ്ങൾക്കൊന്ന് അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ വേണം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സോട് കൂടിയിട്ട് മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അഥവാ പ്രൈമറി മാർക്കറ്റ് കഴിഞ്ഞു അല്ലേ, പ്രൈമറി മാർക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് കാണേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദാറ്റ് ഈസ് ഇതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പബ്ലിക് ഇഷ്യൂ, റൈറ്റ്സ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കണ്ടു. അപ്പോൾ നമ്മുടെ ഏകദേശം ദാറ്റ് ഈസ് എന്താണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റിൻ്റെ മെത്തേഡ്സുകളൊക്കെ കണ്ടു. പക്ഷെ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ പഠിക്കാനുള്ള വേറൊരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ വന്നിട്ടുള്ള റീസെൻറ്റ് ട്രെൻഡ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ദാറ്റ് ഈസ് എന്താണ്, വാട്ട് ആർ ദ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ദി ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അപ്പോൾ കുറച്ച് പുതിയ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് നിങ്ങളുടെ സഹകരണം ആവശ്യമുണ്ട്. ഞാനിപ്പോൾ പറ്റാവുന്നത്ര പുതിയ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കുറച്ച് പോകാനുണ്ട്. കുറച്ച് ക്ലാസ് നീണ്ടാലും നെവർ മൈൻഡ് കുട്ടികളെ, അത് ആ ടോപ്പിക് ഒറ്റയടിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു സജഷൻ അങ്ങനെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ കൂടി ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ വന്നിട്ടുള്ള പുതിയ ട്രെൻഡ്സുകളെ കുറിച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ട്രെൻഡിൽ പറയുന്ന പല ഹെഡിങ്സുകളായിട്ടാണ് അത് കൊടുത്തു പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ റീസെൻറ്റ് ട്രെൻഡ്സിൽ പറയുന്നത് ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയണത് എന്താ വെച്ചെങ്കിൽ സെബി മൂഡ്സ് പ്യുവർ ഓപ്ഷൻ സിസ്റ്റം ഫോർ ബുക്ക് ബിൽഡിംഗ്. ഫസ്റ്റ് പോയിന്റ് പറയണത് ഇങ്ങനെയാണ്, അതായത് സെബി മൂഡ്സ് MWTS എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഒന്നുമില്ല, ഇൻട്രൊഡ്യൂസ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് കേട്ടോ. സെബി ഇൻട്രൊഡ്യൂസ്ഡ് പ്യുവർ ഓപ്ഷൻ സിസ്റ്റം. സെബി അപ്പോൾ റീസെൻറ്റ് ട്രെൻഡ്സിൽ വന്നിട്ടുള്ളതാണ്. സെബി ഒരു പുതിയൊരു ഓപ്ഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തിനു വേണ്ടി? ബുക്ക് ബിൽഡിംഗ്. നൗ യു ആർ അവെയർ വാട്ട് ഈസ് ബുക്ക് ബിൽഡിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അതാണ് പറയണത്. അതായത് ഭയങ്കരമായിട്ടുള്ളൊരു റാഡിക്കൽ ചേഞ്ച് ആണെന്നാണ് പറയണത് ഈ ഒരു ഓപ്ഷൻ സിസ്റ്റം കൊണ്ടുപോയതിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയൊരു വ്യത്യാസം ഇതിലുണ്ടായിട്ടുണ്ടെന്നാണ് പറയണത്. അതായത് പ്രത്യേകിച്ച് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്ന എന്തിനാണെന്നുവെച്ചെങ്കിൽ സ്മോളർ കമ്പനീസിനും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി, ഇതിനാണ് സ്മോളർ കമ്പനീസിനും കൂടിയും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവന്നത്. അതായത് എന്താണെന്നാണ് പറയുന്നത്, റെഗുലേറ്റർ ഹാസ് മ്യൂട്ടഡ് ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ പ്യുവർ ഓപ്ഷൻ മെത്തേഡ് ഓഫ് ബുക്ക് ബിൽഡിംഗ് ഇൻ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ bidders would be free to bid at any price above the floor price, and allotment would be done on a top down basis, that is starting from the highest bid. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സ്മോൾ ഇൻവെസ്റ്റേഴ്സിനെ, സ്മോളർ കമ്പനീസിനെ ദാറ്റ് ഈസ് സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഡേഴ്സ് അത് ഓഫർ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, അവർക്ക് ഫ്ലോർ പ്രൈസിൻ്റെ മീതേക്ക് ഉള്ള ഏത് പ്രൈസിൽ വേണമെങ്കിലും ദേ വിൽ ബി എന്താണ് ഫ്രീ ടു കോട്ട് എനി പ്രൈസ്. അതാണ് അതിൽ പറയണത്. അത് മാത്രമല്ല, എന്നിട്ട് അവിടെ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് നടക്കുകയെന്നുണ്ടെങ്കിൽ ടോപ്പ് ഡൗൺ ബേസിസിൽ നടക്കും. അതായത് ഏറ്റവും കൂടുതൽ ബിഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓഫർ ചെയ്തിരിക്കുന്ന ഉള്ളവർക്ക് എന്ത് ചെയ്യും, ഷെയർ അലോട്ട്മെൻറ്റുകൾ നടക്കും. അപ്പോൾ അതാണ് പറയണത്. അത്രയേ ഉള്ളൂ, ബിഡേഴ്സ് ദാറ്റ് ഈസ് ബിഡേഴ്സിന് അവർക്കൊരു ഫ്രീഡം ഉണ്ട്. ഏത് പ്രൈസ് വേണമെങ്കിലും അത് ഇത്രയേ ഉള്ളൂ, ഒരു കണ്ടീഷനേ ഉള്ളൂ, എബവ് ദി ഫ്ലോർ പ്രൈസ് ആയിരിക്കണം. ആൻഡ് ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് ഓൾവേസ് എബവ് ദി ഇതിന് ഇക്വിലിബ്രിയം പ്രൈസിന് മീതിയുള്ളതായിരിക്കും ഫ്ലോർ പ്രൈസ്. നമ്മളതിൻ്റെ കൂടെ പറയുകയും ചെയ്തു, ഒരു ഇഷ്യൂ സെക്യൂരിറ്റിക്ക് ഏറ്റവും കുറവ് മിനിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഫിക്സഡ് ഫോർ എ സെക്യൂരിറ്റി, അങ്ങനെയല്ല നമ്മൾ ദാറ്റ് ഈസ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ദാറ്റ് ഈസ് എന്തായിരുന്നു, ഹൗ ദാറ്റ് ഈസ് ദ കൺട്രോൾ ഓർ ലിമിറ്റ് ഓൺ ഹൗ ലോ പ്രൈസ് ക്യാൻ ബി ചാർജ്. ലോ പ്രൈസ് എത്രയാണ്, ഏറ്റവും താഴെ കൂടി എത്രയാണ് ലോ പ്രൈസ്. അപ്പോൾ ആ ഒരു ഫ്ലോർ പ്രൈസിന് മീതിയായിട്ട് എന്ത് ചെയ്യാം, ഏത് പ്രൈസിൽ വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ബിഡിങ്ങിലേക്ക് പോകാം. എന്നിട്ട് അതിൻ്റെ അലോട്ട്മെൻറ്റ് നടക്കുക ടോപ്പ് ഡൗൺ ബേസിൽ. അത് ഹയർ ആയിട്ട് കോട്ട് ചെയ്തവർക്ക് എന്ത് കിട്ടും, ഷെയർസ് കിട്ടിപ്പോകുന്നതാണ് പറയണത്. ഇത് ശരിക്കും ഇതിൻ്റെ മാർക്കറ്റ് വാച്ചേഴ്സ്, അതായത് ഇത് വാച്ച് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും വാച്ച് ചെയ്യുന്നവരുണ്ടായിരിക്കും. അവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേ ദാറ്റ് ദിസ് ഫോം ഓഫ് ബിഡിങ് ഹെൽപ്സ് ഇൻ ബെറ്റർ പ്രൈസ് ഡിസ്കവറി. നല്ലൊരു പ്രൈസ് കണ്ടെത്താം. അപ്പോൾ പലരും പല പ്രൈസുകൾ ഇതും കോട്ട് ചെയ്യും അല്ലേ. അപ്പോൾ പല പ്രൈസുകൾ കോട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും നല്ലൊരു ബെറ്റർ പ്രൈസ് ഡിസ്കവർ ചെയ്യാനായിട്ട് കിട്ടുന്നതാണ് പറയണത്. വിച്ച് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ കറണ്ട് ഫോർമാറ്റ്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് ഫോർമാറ്റ് അതല്ല, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്നാണ് പറയണത്. അതിൽ ഇങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഫോർമുല എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെർച്ചൻറ്റ് ബാങ്ക് ഒരു പ്രൈസ് നിശ്ചയിക്കും അല്ലേ. ആ നിശ്ചയിച്ച പ്രൈസിലാണ് എന്ത് ചെയ്യണത്, ഇതിൻ്റെ ഓഫറിങ് നടക്കാമെന്നാണ് പറയണത്. ദാറ്റ് ഈസ് അവർ നിശ്ചയിച്ച ആ പ്രൈസിൻ്റെ എന്താണ്, ആ ഒരു
പ്രൈസ് റേഞ്ചിൽ അത് മെർച്ചൻറ്റ് ബാങ്ക് നിശ്ചയിക്കും. ദാറ്റ് ഈസ് അവർ നിശ്ചയിക്കുന്ന ആ പ്രൈസ് റേഞ്ചിലാണ് എന്ത് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് ഓഫറിംഗ് നടക്കേണ്ടത്. പക്ഷേ ഇത് അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് തന്നെ എന്ത് ചെയ്യാം, ദേ ക്യാൻ, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എബവ് ദി ഫ്ലോർ പ്രൈസ് ആയിരിക്കണം കേട്ടോ. അതാണ് അതിൽ പറയണത്. ടു ബിഗിൻ വിത്ത് ദ പ്രപ്പോസൽ വുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു ഫോളോ ഓൺ പബ്ലിക് ഓഫേഴ്സ്. അതായത് പക്ഷേ ഇപ്പോൾ ദാറ്റ് ഈസ് ഇപ്പോൾ കറണ്ട് റീസെൻ്റ് ആയിട്ട് വന്നതല്ലേ, അപ്പോൾ ഇത് ഇപ്പോൾ തൽക്കാലം FPOസിന് മാത്രമാണ് ഇത് എന്ത് ചെയ്യുന്നതെന്ന് പറയുന്നത് അലോ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. IPOയിലേക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടില്ല. FPOയിൽ മാത്രം ഈ ഒരു സിസ്റ്റം, അതായത് ഇൻട്രൊഡ്യൂസ് ദ ഓപ്ഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ, FPOയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ശരിക്കും ഇത് ഈ ഒരു സിസ്റ്റം വന്നതിന് ശേഷം ശരിക്കും പറയുന്നത് ഒരു വിൻ വിൻ സിറ്റുവേഷനിലേക്ക് എത്താമെന്നാണ് പറയുന്നത്. വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടർക്കും, ദാറ്റ് ഈസ് ഇഷ്യൂയിങ് കമ്പനീസിനും ബെനിഫിറ്റ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സിനും ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് കമ്പനിയെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ദ പ്രൈസ് ദേ ഡിസേർവ്. കമ്പനിക്ക് എന്ത് കിട്ടും, അവർ അതായത് ഫ്ലോർ പ്രൈസിന് മീതിയാണ്. അപ്പോൾ എന്തായാലും അവർ ഭയങ്കര താഴത്തേക്ക് പോവില്ല, ഒരു ഫ്ലോർ പ്രൈസ് ഉണ്ടായിരിക്കും, അതിന് മീതേക്ക് എന്തായാലും വരുള്ളൂ. അപ്പോൾ കമ്പനി എന്താണോ ആഗ്രഹിക്കുന്നത് ആ പ്രൈസിലേക്ക് എത്താം എന്നാണ് പറയുന്നത്. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് എന്താണെന്നാണ് പറയുന്നത്, ദേ ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ദ നമ്പർ ഓഫ് ഷെയർസ് അറ്റ് ദ പ്രൈസ് ദേ വാണ്ട്. അവർക്ക് ആവശ്യം, അപ്പോൾ അവർക്കറിയാം അല്ലേ, ഫ്ലോർ പ്രൈസിന് മീതിയുള്ള ഏതെങ്കിലും ഒരു പ്രൈസിലോ, അപ്പോൾ ആ ഒരു ഏതെങ്കിലും ഒരു പ്രൈസിൽ എന്ത് ചെയ്യും, ദാറ്റ് ഈസ് ആ ഒരു ഓഫറിങ് നടക്കും എന്നുള്ളത് അറിയാം. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഇതെന്താണെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് നല്ലൊരു സംഭവമാണ് ഈ ഒരു ട്രെൻഡ് വന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല പ്രൈസ് ഡിസ്കവർ ചെയ്യുക, അതായത് ഷെയറിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് എന്ത് ചെയ്യുക എന്നാണ് പറയുന്നത്, ബൈ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദി സിസ്റ്റം വളരെയധികം എന്താണ് ഒരു ഫ്രീഡം, അല്ലെങ്കിൽ അതിൽ നിന്ന് വളരെയധികം ഒരു എന്താണ് ഹാസൽ ഫ്രീ അതിനൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബിക്കോസ് ദ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആർ നൗ ഫിക്സിങ് ദ പ്രൈസ് ഓപ്ഷൻ ഫിക്സ് ചെയ്യുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് വിദഗ്ധരൊക്കെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്യണം, കുറച്ച് കാലത്തേക്ക് വേണം. ആൻഡ് ഇറ്റ് ഷുഡ് ഓൾസോ ബി സ്റ്റാർട്ടഡ് ഫോർ IPO. വിദഗ്ധർ പറയുന്നത് ഇതിപ്പോൾ FPOയ്ക്കേ ഉള്ളൂ, FPOയിലേക്ക് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞാൽ അത് IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലേക്കും കൂടി ഈ ഓപ്ഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതാണ് ആദ്യം വന്നിട്ടുള്ള റീസെൻറ്റ് ട്രെൻഡ്. ക്ലിയർ? സെക്കൻഡ് പറയണത് എന്താണ്, ദാറ്റ് ഈസ് സബ്സ്ക്രൈബ് ഫോർ എ പബ്ലിക് ഓഫർ വയ ASBA എന്നാണ് പറയുന്നത്. എന്താണ് ASBA എന്നാണ് പറയുന്നത്. അവിടെ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കാര്യമായിരിക്കും ASBA എന്ന് പറയുന്നത്. ആദ്യം തന്നെ ASBയുടെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. അതായത് ദി ആപ്ലിക്കേഷൻ സപ്പോർട്ട് ബ്ലോക്ക്ഡ് എമൗണ്ട് പ്രോസസ്സ്. ഒന്നുമില്ല, പഠിച്ച് ഇത്രയും ഒരു വലിയ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നത്തിങ്, വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ വന്നിട്ടുള്ള പിന്നത്തെ ഒരു പുതുമ എന്ന് പറയുന്നത് എന്താണ്, അതായത് പബ്ലിക് ഓഫർ ഏത് വഴി നടത്തുക, ത്രൂ ASBA വഴി നടത്താം. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ആപ്ലിക്കേഷൻ സപ്പോർട്ട് ബ്ലോക്ക്ഡ് എമൗണ്ട് പ്രോസസ്സ്. ക്ലിയർ? ഈ ഒരു സിസ്റ്റം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഷെയർ ഇഷ്യൂ നടത്തുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യും അല്ലേ, നമ്മൾ അപ്ലൈ ചെയ്യും, ഇത്ര ഷെയർസ് വേണം നമ്മൾ അപ്ലൈ ചെയ്യും, ഇത്ര ആപ്ലിക്കേഷൻ മണി നമ്മൾ ബാങ്കിൽ കൊണ്ട് അടയ്ക്കും. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഷുവേഴ്സ് ദാറ്റ് ദി ആപ്ലിക്കൻസ് മണി റിമെയിൻസ് ഇൻ ഹിസ് ബാങ്ക് അക്കൗണ്ട്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് ഒക്കെ വരുമ്പോഴാണ് ഇത് കൂടുതൽ എന്താണ് ഈ ഒരു ഫെസിലിറ്റി കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. അതായത് ആ ഇൻവെസ്റ്ററിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്യും, അയാളുടെ ആപ്ലിക്കേഷൻ മണി അവിടെ തന്നെ കിടക്കും. അയാൾക്ക് അപ്പം തന്നെ ആപ്ലിക്കേഷൻ മണി എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏത് വരെ കിടക്കും എന്നാണ് പറയണത്. പക്ഷെ അത് ബ്ലോക്ക് ചെയ്ത് വെക്കും. ആ ഒരു നിശ്ചിത തുക എന്ത് ചെയ്യും അവിടെ ബ്ലോക്ക് ചെയ്ത് വേറെ ഒരു ആവശ്യങ്ങൾക്കും എന്ത് ചെയ്യില്ല, ബാങ്ക് അത് ബാങ്കോ അല്ലെങ്കിൽ ഇൻവെസ്റ്ററോ അത് എടുക്കില്ല. അത് ബാങ്കിലുള്ള സിസ്റ്റമാണ്, അത് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതാണ് പറയണത്. ഏത് വരെ ബ്ലോക്ക് ചെയ്ത് വെക്കും, ഷെയർസ് അലോട്ട് ചെയ്യണ വരെ. അപ്പോൾ ഷെയർസ് അലോട്ട് ചെയ്യണ വരെ എത്രയാണോ ആപ്ലിക്കേഷൻ മണി എന്ന്, അപ്പോൾ ആ റീഫണ്ട് എന്നുള്ള സംഭവമൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഒഴിവാക്കാം. കുറേ പ്രൊസീജിയേഴ്സ് ഇതൊരു സംഭവമാണ്. അപ്പോൾ എത്ര അലോട്ട്മെൻറ്റ് നടന്നതിന് ശേഷം കറക്റ്റ് അലോട്ട്മെൻറ്റ് മണി എന്ത് ചെയ്തോളും, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൊക്കോളും. ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയണത്, സബ്സ്ക്രൈബ് ഫോർ എ പബ്ലിക് ഓഫർ ത്രൂ ASBA എന്ന് പറയണത്. Upon allotment, the proportionate amount of money is released from the bank account. അലോട്ട്മെൻറ്റ് നടന്നതിന് ശേഷം മാത്രം എത്രയാണോ ആ എമൗണ്ട്, കൃത്യം വരുന്ന ആ എമൗണ്ട് എത്രയാണെങ്കിൽ അതെന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് റിലീസ് ചെയ്യും. അതുവരെ ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്ററിൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ആ എമൗണ്ട് കിടക്കും. ആദ്യത്തെ കേസുകളിൽ എങ്ങനെയായിരുന്നു, നമ്മൾ എത്രയാണെങ്കിലും ആപ്ലിക്കേഷൻ മണി കൊടുക്കും. ആപ്ലിക്കേഷൻ മണി കൊടുത്തതിന് ശേഷം നമുക്ക് അലോട്ട്മെൻറ്റ് ചെയ്ത് കിട്ടിയിട്ട് മുഴുവൻ അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, റീഫണ്ട് ചെയ്ത് തരികയായിരുന്നു അല്ലേ. പക്ഷേ ഇതിൽ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അത് എത്രയാണോ കറക്റ്റ് വരുന്നുള്ളൂ അതിനുശേഷം ആ കറക്റ്റ് അലോട്ട്മെൻറ്റ് മണി പോകും. അപ്പോൾ അവിടെ റീഫണ്ട് എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാം. ഇത് ദാറ്റ് ഈസ് 2008 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇറ്റ് കുഡ് ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഇറ്റ് കുഡ് ബി അവൈൽഡ് ഓൺലി ബൈ ദി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. തുടങ്ങിയ കാലത്ത് 2008, കുറച്ച് വർഷങ്ങൾക്ക് പിറകിലാണ്, 10-12 വർഷം പിറകിലാണ്. അന്ന് അത് ആർക്ക് മാത്രമാണ് ഈ ഒരു സൗകര്യം ഉണ്ടായിരുന്നത്,
ഉണ്ടായിരുന്നുള്ളൂ, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് മാത്രമാണ് ഈ സൗകര്യം കിട്ടിപ്പോന്നിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ റീസെൻ്റ്ലി എന്ത് ചെയ്തു, ഈ ക്ലോസ് ഒന്ന് അമെൻഡ് ചെയ്തു. ഇതിലൊരു കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കോർപ്പറേറ്റ് ഇൻവെസ്റ്റേഴ്സിനും ഹൈ നെറ്റ്വർത്ത് ഇൻവെസ്റ്റേഴ്സ്, അതായത് ഹൈ ഇതിലുള്ള ഇൻവെസ്റ്റേഴ്സ്, അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിനും എന്താണ് 2010 തൊട്ട് ഈ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ക്ലിയർ? 2010 അപ്പോൾ 2008 റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുള്ള ഫെസിലിറ്റി ഇപ്പോൾ കോർപ്പറേറ്റ് ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഹൈ നെറ്റ്വർത്ത് ഇൻവെസ്റ്റേഴ്സിനും ഇന്ന് അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് ഫ്രം January 1, 2010. ക്ലിയർ? അപ്പോൾ അത്രയാണ് അതിൽ പറയണത്. അങ്ങനെ ASBA വഴി ദാറ്റ് ഈസ് ഈ ഒരു ഓപ്ഷൻ ആദ്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്ത കമ്പനി എന്ന് പറയുന്നത് 20 മൈക്രോൺസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. നമ്മൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. 20 മൈക്രോൺസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ആദ്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു ASBA വഴി എന്ത് ചെയ്യുക, ഷെയർസ് ഇഷ്യൂ നടത്തിയിട്ടുള്ള ഇതിനുള്ള ഒരു അവസരം കൊടുത്ത കമ്പനി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് രണ്ടാമത്തെ. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ളതാണ്. ഹൗ ഇറ്റ് വർക്ക്സ് എങ്ങനെയാണ്. അപ്പോൾ ഒരു പുതിയൊരു സിസ്റ്റമാണ് ASBA എന്ന് പറയുന്നത്. എങ്ങനെയാണിത് വർക്ക് ചെയ്യണത് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. Under this mechanism, an investor is required to give an authorization to his bank. അപ്പോൾ ഇതിൽ എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇൻവെസ്റ്റർ എന്ത് ചെയ്യണം, ഒരു ഓതറൈസേഷൻ ബാങ്കിന് കൊടുക്കണം. അപ്പോൾ ഏതാണോ തൻ്റെ ബാങ്കെങ്കിൽ ആ ബാങ്കിന് ഒരു ഓതറൈസേഷൻ കൊടുക്കും. അതായത് എന്ത് കൊടുക്കും, തൻ്റെ ആപ്ലിക്കേഷൻ മണി ഒന്ന് ബ്ലോക്ക് ചെയ്യും. എൻ്റെ എത്രയാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട്, അപ്പോൾ ആപ്ലിക്കേഷൻ മണി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, ആ ആപ്ലിക്കേഷൻ മണി ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ആദ്യം ബാങ്കിന് ഓതറൈസേഷൻ കൊടുക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ മാറ്റി വെച്ചാൽ പോലും എന്ത് ചെയ്യാന്നാണ് പറയുന്നത്, അക്കൗണ്ട് ഹോൾഡർക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ അക്കൗണ്ട് യൂസ് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. ആ എമൗണ്ട് അവിടെ ബ്ലോക്കായി കിടക്കും. അതുകൊണ്ട് ആ അക്കൗണ്ട് മുഴുവൻ ബ്ലോക്കായെന്നൊന്നുമില്ല, ആ എമൗണ്ട് മാത്രമേ അവിടെ ബ്ലോക്കായി കിടക്കുന്നുള്ളൂ. ബാക്കിയുള്ള എന്തൊക്കെയാണോ അക്കൗണ്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ഫ്രീലി അദ്ദേഹത്തിന് യൂസ് ചെയ്യാം. രണ്ടാമത് എന്താണ്, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതാണ്. സെക്കൻഡ് പറയുന്നത് എന്താണ്, ദ മണി സെറ്റ് എസൈഡ് ഫോർ IPO ഈസ് ഡെബിറ്റഡ്. ബാങ്കിൽ നിന്ന് എപ്പോൾ മാത്രമാണ് അത് ഡെബിറ്റഡ് ആകുള്ളൂ, ഓൺലി ആഫ്റ്റർ ദി അലോട്ട്മെൻറ്റ് ഈസ് ഫൈനലൈസ്ഡ്. അലോട്ട്മെൻ്റ് ഒക്കെ ഫൈനലൈസ് ചെയ്തു, തനിക്ക് കിട്ടേണ്ടത് ഇത്ര ഷെയറാണെന്നുള്ളത് കൃത്യമായിട്ട് ഇൻവെസ്റ്റർക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുമെന്നാണ് പറയണത്. അല്ലെങ്കിൽ എപ്പോഴാണ് IPO വേണ്ടാന്ന് വെച്ചു, കമ്പനിക്ക് IPO വേണ്ടാന്ന് വെക്കുക അല്ലേ, അപ്പോൾ കമ്പനി IPO വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ എന്താണ് IPO ഫെയിലായി, ഇത് വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ അത് വേണ്ടത്ര ക്ലിക്കായില്ല, മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് കാരണം അത് പരാജയത്തിലേക്ക് വന്നെങ്കിൽ അത് വരെ എന്ത് ചെയ്യും, ദാറ്റ് ഈസ് അതവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതാണ് പറയണത്. ഓൺലി ആഫ്റ്റർ ദി അലോട്ട്മെൻറ്റ് ഈസ് ഫൈനലൈസ്ഡ് ഓർ ദി IPO ഈസ് വിത്ത്ഡ്രോൺ ഓർ ഇറ്റ് ഫെയിൽസ് എന്നാണ് പറയണത്. പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം, കുഴപ്പമെന്നല്ല, ഒരു കാര്യം പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബാങ്ക്സിനും ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു 24 ബാങ്ക്സ് ആസ് പെർ ഇപ്പോഴത്തെ കണക്കാണ്, ലേറ്റസ്റ്റ് ഒക്കെ നിങ്ങൾ നോക്കണേ. സെലക്ട് 24 ബാങ്ക്സ് നോൺ ആസ് സെൽഫ് സർട്ടിഫൈഡ് സിൻഡിക്കേറ്റ് ബാങ്ക്സ്, SCSB എന്ന് പറഞ്ഞിട്ടൊരു പറഞ്ഞിരിക്കുകയാണ്, സെൽഫ് സർട്ടിഫൈഡ് സിൻഡിക്കേറ്റ് ബാങ്ക്സ്. അതിൽ ആ ബാങ്ക് 24 ബാങ്കുകളെയാണ് ആ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. അവർ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ASB സർവീസ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ HDFC ബാങ്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ അവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ICICI ബാങ്ക്, ഇതൊക്കെ ASBA സർവീസ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ബാങ്ക്സിനും പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഒരു 24 ബാങ്ക്സിനെ കാറ്റഗറൈസ് ചെയ്ത് അവരൊരു ഗ്രൂപ്പിൽ കൊണ്ടിട്ടുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് സെൽഫ് സർട്ടിഫൈഡ് സിൻഡിക്കേറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. ഈ ബാങ്ക്സ് എന്ത് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് പറയണത്, കൃത്യമായിട്ട് അത് നമുക്ക് സെബിയുടെയോ അതുപോലെ തന്നെ BSEയുടെയോ NSEയുടെയോ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് ആ കൃത്യമായിട്ട് ഈ ഫെസിലിറ്റി കൊടുക്കുന്ന ബാങ്കുകളെ കുറിച്ച് അറിയാം. ക്ലിയർ? അപ്പോൾ അതാണ് നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത്രയൊക്കെയാണ്. ദാറ്റ് ഈസ് അപ്പോൾ രണ്ടാമത്തെ ഒരു പുതിയൊരു റിഫോം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ASBA വഴി ഓഫർ നടത്താമെന്നുള്ളതാണ്. ഇനി എന്താണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു സിസ്റ്റത്തിൽ? അപ്പോൾ നന്നായി പഠിച്ചു വെക്കണം കേട്ടോ. ASBA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി ആപ്ലിക്കേഷൻ സപ്പോർട്ട് ബ്ലോക്ക്ഡ് എമൗണ്ട് പ്രോസസ് അല്ലേ. എന്താണ് ഇതുകൊണ്ട് ഒരു ഇൻവെസ്റ്റർക്ക് ഗുഡ്? അതിൽ പറഞ്ഞ അത്രയേ ഉള്ളൂ, നീഡ് നോട്ട് ബോദർ ഫർദർ അബൌട്ട് ദ റീഫണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ റീഫണ്ടിനെ കുറിച്ചിട്ട് ഒരു വേവലാദ്യം വേണ്ട, അല്ലെങ്കിൽ അത് ഭയങ്കര പണിയാണ്. റീഫണ്ട് ചെയ്ത് കിട്ടിയോ കിട്ടില്ല, നമുക്ക് കുറേ അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ബോദറേഷൻ ഇല്ല. മണി ഈസ് ടേക്കൺ ഫ്രം ദ ബാങ്ക് ഓൺലി ഇഫ് ദർ ഈസ് എ ഷുവർ അലോട്ട്മെൻറ്റ്. ഷുവറായിട്ടൊരു അലോട്ട്മെൻറ്റ് ഉണ്ടെന്ന് ഉറപ്പാണെങ്കിൽ മാത്രമേ ബാങ്കിൽ നിന്ന് എമൗണ്ട് എന്ത് ചെയ്യുള്ളൂ, ഡെബിറ്റ് ചെയ്ത് പോകുള്ളൂ. പിന്നെന്താണ്, അതുവരെ ബാങ്കിൽ ആ എമൗണ്ട് ബ്ലോക്ക് ചെയ്ത് കിടന്നുകൊണ്ട് ആ എമൗണ്ടിനും കൂടിയുള്ള ഇൻട്രസ്റ്റ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ആ ബാങ്ക് സാധാരണ തരുന്ന ഇൻട്രസ്റ്റ് നമുക്ക് ആ എമൗണ്ടിന് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നോ വെറി ഓഫ് ലൂസിങ് ദ ഇൻട്രസ്റ്റ്. നൗ ഇപ്പോഴത്തെ SBA അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മളന്ന് പറഞ്ഞു അല്ലേ, പഴയ പോലെയല്ല, കുറച്ചൊക്കെ അതെന്തുണ്ട് കൂടുതലാണെന്നാണ് പറയുന്നത്. കുറച്ചൊക്കെ ഭയങ്കര കൂടുതലൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ ഒരു അട്രാക്റ്റീവ് റേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെറുതെ ആ എമൗണ്ട് ആദ്യമേ പോയി കിടന്നിരുന്നെങ്കിൽ അയാൾക്ക് ആ ഇൻട്രസ്റ്റ് കിട്ടുമായിരുന്നോ? ഇല്ല. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില ഗുണങ്ങൾ എന്തുണ്ട്, ASB വഴി നമ്മൾ ഷെയർ അപ്ലിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ?
പിന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു റീസെൻറ്റ് റിഫോം എന്ന് പറയുന്നതാണ് സീവിയർ പെനാലിറ്റീസ് ഓൺ കാർഡ്സ് ഫോർ വയലേഷൻ ഓഫ് IPO നോംസ്. അത് വായിക്കുമ്പോൾ തന്നെ അറിയാം, IPOയുടെ നോംസിന് അതിനെന്തെങ്കിലും വയലേറ്റ് ചെയ്യുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്താൽ ഭയങ്കര പനിഷ്മെൻറ്റാണ്. അപ്പോൾ ഒരുപാട് കള്ളത്തരങ്ങൾ നടന്നിരുന്നു, കുറേ ആളുകൾ അതിൻ്റെ ഇടയിൽ മുതലെടുത്തിരുന്നു, അല്ലെങ്കിൽ നോംസ് അനുസരിച്ചല്ല ചെയ്തിരുന്നത്. പക്ഷേ പുതിയ വന്നിട്ടുള്ള ഒരു റീസെൻറ്റ് റിഫോം അനുസരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സിവിയർ ഭയങ്കരമായിട്ടുള്ള പനിഷ്മെൻ്റ് ആണെന്നാണ് പറയണത്. ദാറ്റ് ഈസ് എന്താണ് പറയണത്, അത് എന്തൊക്കെയായിരിക്കാം എന്നാണ് പറയണത്. ദാറ്റ് ഈസ് പ്രോസ്പെക്ടസിൽ വല്ല സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാകാം. പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 കൊല്ലം വരെ എന്ത് ചെയ്യാം എന്നാണ് പറയണത്, ഇംപ്രിസൺമെൻറ്റ് കിട്ടാം. അതിൻ്റെ കൂടെ എന്താണ് 25 ലക്ഷം രൂപ വരെ ഫൈൻ കിട്ടാം. മാക്സിമം ആണ് കേട്ടോ പറയണത്, മാക്സിമം 25 ലക്ഷം വരെ കിട്ടാം. ആൻഡ് ഇറ്റ് വിൽ ബി നോൺ കോമ്പൗണ്ടബിൾ എന്നാണ് പറയണത്. അങ്ങനെയുള്ള ഇതിൻ്റെ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ പ്രോസ്പെക്ടസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ക്രൈം എന്ന് പറയണത് ദാറ്റ് ഈസ് നോൺ കോമ്പൗണ്ടബിൾ എന്നാണെങ്കിൽ ഒത്തുതീർപ്പിന് പോകാൻ പറ്റില്ല എന്ന്. നമ്മൾ ചില കേസൊക്കെ ഒത്തുതീർപ്പിന് പോകില്ലേ, ഒത്തുതീർപ്പിന് പോകാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൈമായിട്ട് കണക്കാക്കും. 3 കൊല്ലം ജയിൽ ശിക്ഷയും അല്ലെങ്കിൽ മാക്സിമം ആയിട്ട് 25 ലക്ഷം രൂപയോ എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്, ശിക്ഷ കിട്ടാം, പരമാവധി ശിക്ഷ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫ്രോഡ്ലൻ്റ്ലി ലൂറിങ് ദ പേഴ്സൺസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് IPO നടത്തുന്ന സമയത്ത് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആളുകളെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഞങ്ങളുടെ കമ്പനിക്ക് അങ്ങനെ റേറ്റിംഗ് അതിലൊക്കെ കുറേ കള്ളത്തരങ്ങൾ ചെയ്യാം അല്ലേ. അങ്ങനെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ 3 കൊല്ലം തടവ് ശിക്ഷയും പ്ലസ് അതിൻ്റെ കൂടെ എന്ത് കിട്ടും, മിനിമം 1 ലക്ഷം രൂപയെങ്കിലും മിനിമം കിട്ടും. പിന്നെ കൂടുതലെന്നേ ഉള്ളൂ. മിനിമം ഓഫ് 1 lakh റുപ്പീസോ അങ്ങനെ മാക്സിമം 50 lakh റുപ്പീസ് വരെ എന്ത് കിട്ടാമെന്നാണ് പറയണത്. ദാറ്റ് ഈസ് അവർക്ക് ശിക്ഷ കിട്ടാമെന്നാണ് പറയണത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഈ ഒരു ഒഫൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണെന്നാണ് പറയുന്നത്, കോമ്പൗണ്ടബിളാണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോംപ്രമൈസിലേക്ക് പോകാം കേട്ടോ. കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഒരു നിലയ്ക്ക് അതൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൈമായിട്ടാണ് കരുതുന്നതെന്നാണ് പറയണത്. അപ്പോൾ ഇതാണ് ദാറ്റ് ഈസ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള. അപ്പോൾ കള്ളത്തരങ്ങൾ കുറയും. ഇത്രയൊക്കെ വലിയ 50 ലക്ഷം രൂപയൊക്കെ പെനാൽറ്റി കൊടുക്കുക എന്ന് പറയണമെങ്കിൽ ദാറ്റ് ഈസ് അല്ലേ, അത് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുക അതിനെക്കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അത് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയണത്. പിന്നെ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഗ്രേ മാർക്കറ്റ് എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം പഠിക്കുമ്പോൾ തോന്നും ഓക്കെ ഇത് തെറ്റല്ലേ എന്ന് തോന്നും. പക്ഷേ ഇതൊരു വന്നിട്ടുള്ള പുതിയൊരു മാറ്റമാണെന്നാണ് പറയുന്നത് ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഗ്രേ മാർക്കറ്റ് എവിടെയാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പബ്ലിക് ഇഷ്യൂവിന് നല്ല റെസ്പോൺസ് കിട്ടുന്ന സ്ഥലങ്ങൾ. അതായത് പബ്ലിക് ഇഷ്യൂ നടത്തി ആളുകൾ നന്നായി ഇതിന് റെസ്പോണ്ട് ചെയ്തു, അതായത് കുറേ പേര് വാങ്ങിക്കാൻ വന്നു, അതാണ് നല്ല റെസ്പോൺസ് എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഒരു ഗ്രേ മാർക്കറ്റ് വരിക എന്നാണ് പറയണത്. അതായത് ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ട് എ സർട്ടൺ നമ്പർ ഓഫ് ഷെയർസ് ബട്ട് നോ ദാറ്റ് ദേ ആർ അൺലൈക്ലി ടു ബി അലോട്ടഡ് ദാറ്റ് ക്വാണ്ടിറ്റി. അതായത് നമുക്കറിയാമല്ലേ, നല്ല ഡിമാൻഡുള്ള ഒരു കമ്പനിയൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് ഷെയർ വേണം, നല്ല ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമുക്ക് വിചാരിച്ച ക്വാണ്ടിറ്റി കിട്ടിയെന്ന് വരില്ല. കാരണം നല്ല ഡിമാൻഡ് ഉണ്ട്, ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടായിരിക്കും, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് ഭയങ്കര സ്ട്രോങ് ഡിമാൻഡ് വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഗ്രേ മാർക്കറ്റ് ബ്രോക്കേഴ്സിൻ്റെ ഒരു അവിടെ വന്ന് പെടുന്നത് ഗ്രേ മാർക്കറ്റ് ബ്രോക്കേഴ്സ് അവിടെ വരുന്നതാണ് പറയണത്. അതായത് എങ്ങനെയാണ് അവർ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിക്കും ആ കമ്പനിയുടെ ഷെയർസ്, കാരണം നല്ല ഡിമാൻഡാണ്, നല്ല ഇൻട്രസ്റ്റും ഡിവിഡൻഡൊക്കെ കിട്ടുന്നതായിരിക്കും, നല്ല റേറ്റിംഗ് ഉള്ള കമ്പനി ആയിരിക്കും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആർ മോസ്റ്റ്ലി ഹൈ നെറ്റ്വർത്ത്. അപ്പോൾ ആളുകൾക്ക് ഇത് വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും. മിക്കവാറും ഇങ്ങനത്തെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയണമെങ്കിൽ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അവരെ നമ്മൾ HNIs എന്ന് പറയും. നല്ല നെറ്റ്വർത്തുള്ള നല്ല വാല്യൂ ഇതിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും, കമ്പനീസൊക്കെ ആയിരിക്കും, ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുന്നത്. പിന്നെ market operators, reputed brokers and often merchant bankers to the issue who are trying to curry favor with the client എന്നാണ്. അപ്പോൾ എന്താണ് പറയണത്, ഇത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് കിട്ടില്ല എന്ന് ചില ഇൻവെസ്റ്റേഴ്സ് കരുതും. ആ സമയത്താണ് അവിടെ ഗ്രേ മാർക്കറ്റ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ വരുന്നതെന്നാണ് പറയണത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെയാണ് ടേം പറഞ്ഞത്, അതായത് ഹു ആർ ട്രൈങ് ടു കറി ഫേവർ വിത്ത് ദ ക്ലൈൻറ്റ്. കറി ഫേവർ അത് അതിൻ്റെ ഒരു ഫ്രേസാണ്. അത് ആ ഫ്രേസ് ഇങ്ങനെയാണ് പറയണത്, അതായത് ട്രൈ ടു ഗെറ്റ് സംബഡി ടു ലൈക്ക് ഓർ സപ്പോർട്ട് ബൈ സേയിങ്. അതായത് നമ്മൾ ഒരാളെങ്ങനെ ഭയങ്കരമായിട്ട് പ്രകീർത്തിച്ചുകൊണ്ട് നമ്മളൊരു ഫേവർ വാങ്ങിക്കാൻ നോക്കില്ലേ, ഓക്കെ നല്ലതാണ്, ഈ കമ്പനി വാങ്ങിച്ചോ, ഈ കമ്പനിയുടെ ഷെയർസ് വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിൽ പെട്ടുപോകും ഇല്ലേ. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയണത്, ട്രൈയിങ് ടു കറി ഫേവർ എന്ന് പറയണത്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മസാലയും ഉപ്പും മുളകൊക്കെ ഇട്ട് കറി രുചി കൂട്ടുക എന്ന് പറയില്ലേ, അപ്പോൾ അതന്നെ അതിൻ്റെ ഒരു ഫ്രേസിൽ പറയുന്ന സംഭവമാണ്. അപ്പോൾ ദീസ് ഇൻവെസ്റ്റർ ആർ മോസ്റ്റ്ലി ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആയിരിക്കും, മാർക്കറ്റ് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കാം, റെപ്യൂട്ടഡ് ബ്രോക്കേഴ്സ് ആയിരിക്കാം, ആൻഡ് ഓഫൺ മെർച്ചൻറ്റ് ബാങ്കേഴ്സ് പോലും ആകാം ടു ദ ഇഷ്യൂ ഹു ആർ ട്രൈങ് ടു കറി ഫേവർ വിത്ത് ദ ക്ലൈൻറ്റ്. അല്ല, ആ ഒരു സമയത്താണ് ഇവിടെ അങ്ങനെയാണ് അവരാണ് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദ ഗ്രേ മാർക്കറ്റ് ഫോർ IPO ഈസ് ആൻ ഓവർ ദി കൗണ്ടർ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഗ്രേ മാർക്കറ്റ് എന്ന് പറയണമെങ്കിൽ ഓവർ ദ ഔട്ട്സൈഡ് ശരിക്കും നടക്കുന്ന സ്ഥലത്തല്ല, പുറത്ത് നടക്കുന്ന ഒരു മാർക്കറ്റാണ് ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്നത്.
അവരെന്ത് ചെയ്യുന്നതാണ്, അവർ ബ്രോക്കേഴ്സ് സ്ട്രൈക്ക് ദ ഡീൽസ് ഫോർ പ്രിഫേർഡ് കസ്റ്റമേഴ്സ്. അപ്പോൾ അവിടെ ഈ ഗ്രേ മാർക്കറ്റിൽ മെയിൻ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രോക്കേഴ്സാണ്. ശരിക്കും ബ്രോക്കേഴ്സ് എന്ത് ചെയ്യും, ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി അവിടെ ബ്ലോക്ക് ചെയ്യണം. ഷെയർസ് എന്താണ് ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർക്ക് അതിൻ്റെ എന്താ പറയുക ട്രെൻഡും കാര്യങ്ങളും എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടായിരിക്കും. അവരത് എന്ത് ചെയ്യുന്നു, സ്ട്രൈക്ക് ദ ഡീൽസ് ഫോർ പ്രിഫേർഡ് കസ്റ്റമേഴ്സ് ആസ് വെൽ ആസ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ന്യൂ ഇഷ്യൂ. അതേസമയം അവരെന്ത് ചെയ്യും, ന്യൂ ഇഷ്യൂവിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. കുറച്ച് ഷെയർസ് എന്ത് ചെയ്യും, കുറച്ച് അവരുടെ ഒരു പ്രിവിലേജ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, അവർക്ക് വേണ്ടി ഷെയർസ് ഒരു ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പറയണത്. പക്ഷേ ഇത് ഇപ്പോൾ ചെയ്യുന്നതാണ് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതിന് മുൻപേ ചെയ്യും. അപ്പോൾ അതിൽ അവർ ആ പ്ലെയേഴ്സിന് അറിയാം എപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നതൊക്കെ. അവർ മാർക്കറ്റ് വാച്ചേഴ്സാണ് അല്ലേ, എപ്പോഴും വാച്ച് ചെയ്തിരിക്കുന്നവർക്ക് അവർക്കറിയാം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രിഫേർഡ് കസ്റ്റമേഴ്സിന് വേണ്ടി കുറച്ചങ്ങോട്ട് മാറ്റി വയ്ക്കും. അങ്ങനെ എന്നിട്ട് അവർക്ക് സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്ത് കൊടുക്കുന്ന മാർക്കറ്റിനെയാണ് നമ്മളെന്ത് പറയണത്, ഗ്രേ മാർക്കറ്റ് എന്ന് പറയണത്. അപ്പോൾ ഇത് എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് പറയണമെങ്കിൽ ഇത് ശരിക്കൊരു ഇൻസൈഡ് ദ മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻസൈഡ് ദ ട്രേഡിനകത്ത് നടക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. ഈ ആക്ടിവിറ്റീസ് ഇൻ ദ ഗ്രേ മാർക്കറ്റ് ഫോർ പബ്ലിക് ഇഷ്യൂസ് വിൽ ഗെയിൻ മൊമെൻറ്റം വെൻ ദർ ഇസ് എ ഗുഡ് സെക്കൻഡറി മാർക്കറ്റ് റാലി. അതായത് ഈ ഒരു സംഭവം നമുക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ മൊമെൻറ്റം, ഇതിപ്പോൾ ഒരു പരിധി വരെയാണ് നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതിനപ്പുറത്തേക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ റീസെൻ്റ്ലി പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർസ് ആഗ്രഹിക്കുന്ന കുറേ പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്രേ മാർക്കറ്റ് വഴി ഷെയർസ് സെക്യൂരിറ്റീസ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാടായിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസുകൾ വരും, അത് ഉറപ്പാണ്. അപ്പോൾ ഈ ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്, ഒരു സെക്കൻഡറി സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ഗ്രേ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അല്ലെങ്കിലൊക്കെ അവിടെ കുറച്ച് എന്താണ് ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇല്ലീഗൽ എന്നല്ല അത് പറയാൻ പാടില്ല അങ്ങനെ. അപ്പോൾ അതാണെന്നാണ് പറയുന്നത്. എങ്ങനെ വന്നാലും ഗ്രേ മാർക്കറ്റ് ഈസ് പ്യുവർലി ആൻഡ് അൺഒഫീഷ്യൽ മാർക്കറ്റാണ്. മനസ്സിലാക്കി വെക്കുക, അൺഒഫീഷ്യൽ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഗ്രേ മാർക്കറ്റ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ, ട്രേഡഡ് ഔട്ട്സൈഡ് ദ മാർക്കറ്റ്, അതാണ് ഗ്രേ മാർക്കറ്റിൽ ചെയ്യുന്നത്. ഇല്ലേ, അപ്പോൾ അത് വായിച്ച് നോക്കുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ അതിൻ്റെ ഡിസ്കഷനിലേക്ക്, ക്ലാസ് കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകാം. അപ്പോൾ അതും ഒരു റീസെൻറ്റ് ട്രെൻഡാണ്. പിന്നെ വന്നിട്ടുള്ളതാണ് IPOs. IPO എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണെന്നറിയാം അല്ലേ. അതിൻ്റെ കൂടെ ചേർത്താൽ എങ്ങനെയാണ്, നമ്മൾ ഗവേൺസ് എന്ന് പറയും, ഇമെയിൽ എന്ന് പറയും, എന്താണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ വേസ്റ്റ് എന്ന് പറയും ഇല്ലേ. ചേർത്താൽ എന്താണ്, ഇലക്ട്രോണിക് IPOs. അപ്പോൾ അത് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ട്രെൻഡ് തന്നെയാണ്. ദാറ്റ് ഈസ് IPOs എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇത് സെബി, അതായത് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ലൈനിലേക്ക് വരാൻ വേണ്ടി സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയൊരു മെക്കാനിസം ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഇറ്റ് മേക്സ് ഈസിയർ ഫോർ ദ ഇൻവെസ്റ്റേഴ്സ് ടു ടേക്ക് പാർട്ടിസിപ്പേറ്റ് ഇൻ IPOs. പലരും പല സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വിചാരിച്ച പോലെ പൈസ എടുത്ത് അങ്ങനെ കൊടുക്കുക എന്നുള്ളതൊന്നും നടക്കില്ല. പക്ഷേ ഓൺലൈൻ ട്രേഡിംഗ് വന്നതിന് ശേഷം വന്നിട്ടുള്ള ഒരു ട്രെൻഡാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അതൊരു ന്യൂ റൂട്ട് എന്നാണ് പറയുന്നത്, പുതിയൊരു റൂട്ടാണെന്നാണ് പറയുന്നത്. വിൽ ഹെൽപ്പ് ദ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ത്രൂ ദി ഓൺലൈൻ റൂട്ട്. അവർക്ക് ഓൺലൈൻ വഴി എന്ത് ചെയ്യാന്നാണ് പറയുന്നത്, ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു റൂട്ടാണെന്നാണ് പറയുന്നത്. വിത്തൗട്ട് ദ നീഡ് ഫോർ ചെക്ക് പേയ്മെൻറ്റ്. കാരണം നമ്മൾ ചെക്ക് എഴുതുക, ചെക്ക് ക്ലിയറൻസിന് പോയി, അപ്പോൾ അതൊക്കെ കുറച്ച് ടൈം ലാഗിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ചെക്ക് പേയ്മെൻറ്റ് ഒന്നും ഇല്ലാതെ, അതുപോലെ തന്നെ ഫിസിക്കലി എന്ത് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഫോം വേണമെങ്കിൽ നമ്മളത് എവിടെയാണ് ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നത് ആ സ്ഥലം അനുസരിച്ച് പോകണം. പിന്നെ അല്ലെങ്കിൽ അത് നമ്മൾ പോസ്റ്റ് ചെയ്ത് വാങ്ങിക്കണം. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, ഓൺലൈൻ ബാങ്ക് വഴി മണി ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ഈസിയാണ് ഇൻവെസ്റ്റർക്ക്. അപ്പോൾ ചെക്ക് പേയ്മെൻറ്റും അതുപോലെ തന്നെ ഫിസിക്കലി നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട ബുദ്ധിമുട്ടുകളൊക്കെ എന്താ ചെയ്യാം ഒന്നുമില്ലാതെ നടത്താൻ പറ്റുന്ന ഒരു സ്കീമാണ്, ഒരു മെക്കാനിസമാണ് IPOs എന്ന് പറയുന്നത്. ഇതിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സാധാരണ ഇതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 12 ദിവസമാണ്, 12 days ആണ്. പക്ഷേ IPO വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഹാഫിലേക്ക് നമ്മൾ എത്തിയെന്നാണ് പറയുന്നത്. 6 ദിവസം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ദാറ്റ് ഈസ് നടത്താനായിട്ട് സാധിക്കും, അതാണ് പറയുന്നത്. ബൈ ഡൂയിങ് സോ ദ പോസ്റ്റ് ഇഷ്യൂ ടൈം ലൈൻ വിൽ റെഡ്യൂസ്. പോസ്റ്റ് ഇഷ്യൂ നടത്തി കഴിഞ്ഞിട്ടുള്ള ടൈം നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, വിൽ റെഡ്യൂസ് ടു 6 working days ഫ്രം ദ എക്സിസ്റ്റിംഗ് 12 days. ഇപ്പോൾ നിലവിലുള്ള 12 ദിവസം നമുക്ക് ടൈം കുറവാണ് അല്ലേ. 12 ദിവസം നടക്കുന്ന കാര്യം 6 ദിവസം കൊണ്ട് നമുക്ക് നടത്തുന്നതാണ് പറയണത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ട, ഇൻവെസ്റ്റർക്ക് കുറേ സമയം അദ്ദേഹത്തിൻ്റെ ഈ ഫണ്ട് ബ്ലോക്ക് ചെയ്ത് കിടക്കില്ല. 6 ദിവസത്തിനകം എന്താണ് കിട്ടാണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ കുറേ 12 ദിവസത്തേക്ക് ബ്ലോക്ക് ചെയ്ത് കിടക്കുന്ന ഫണ്ട് വിത്തിൻ 6 days നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഇപ്പോഴുള്ള സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓൺലൈനൊക്കെ വഴിയൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യണം, ഫോം ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ബ്രോക്കേഴ്സ് വഴി എന്ത് ചെയ്തിരിക്കണം, സബ്മിറ്റ് ചെയ്യണം. അതാണ് നമ്മളിപ്പോഴത്തെ കറണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോം വാങ്ങിക്കും, ഫോം നമ്മൾ ഫില്ല് ചെയ്യും, ഫില്ല് ചെയ്തിട്ട് നമ്മളത് ബ്രോക്കേഴ്സ് വഴിയാണ് കൊടുത്തിരുന്നത്. പിന്നെ നമുക്ക് ഓൺലൈൻ ട്രേഡിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു 3-in-1 ഓൺലൈൻ ട്രേഡിംഗ് ആണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. 3-in-1 ഓൺലൈൻ ട്രേഡിംഗ് ആണ്. 3 പാർട്ടീസ് അതിനകത്തുണ്ടാവും. 3 പാർട്ടീസെങ്കിലും അതിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും, ഒരു SB അക്കൗണ്ട് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവും, ഒരു ട്രേഡിംഗ് അക്കൗണ്ട്. ഈ 3 അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിസ്റ്റം അനുസരിച്ചിട്ട് ഇത് വരുന്നതിന് മുൻപ് നമുക്ക് ഓൺലൈൻ ട്രേഡിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സേവിങ്സ് അക്കൗണ്ട് തുറക്കണം, പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് വേണം, പിന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വേണ്ട. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി മാറി. അപ്പോൾ 3 അക്കൗണ്ടുകൾ വേണമായിരുന്നു. പക്ഷേ ഇത് വന്നതിന് ശേഷം നമുക്കൊരു അങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നാണ് പറയണത്. അങ്ങനെയൊക്കെ ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്യണം എന്നാണ് പറയണത്, ബ്രോക്കേഴ്സ് ആവശ്യമുണ്ടായിരുന്നു. ബ്രോക്കേഴ്സിന് നമ്മൾ അങ്ങനത്തെയുള്ള കേസുകൾ നമ്മൾ ചെയ്തിരുന്നത്, ബ്രോക്കേഴ്സ് നമ്മളിവിടെ ഇല്ല, അപ്പോൾ നമ്മളത് ബ്രോക്കേഴ്സിനെ ഏൽപ്പിച്ചിരുന്നു. ബ്രോക്കേഴ്സിന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളൊരു പവർ ഓഫ് അറ്റോണി കൊടുക്കും. അതായത് എനിക്ക് പകരം സൈൻ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പവർ ഓഫ് അറ്റോണി ഒക്കെ കൊടുക്കേണ്ട ആവശ്യകത. അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു നമ്മുടെ കറണ്ട് സിസ്റ്റത്തിൽ. ബട്ട് വിത്ത് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് ന്യൂ സിസ്റ്റം വന്നതിന് ശേഷം ദർ വിൽ ബി നോ നീഡ് ഫോർ ഫയലിംഗ് ദ ഫിസിക്കൽ ഫോംസ് ഐദർ ബൈ ദ ഇൻവെസ്റ്റർ ഓർ ദ ബ്രോക്കർ. പുതിയ സിസ്റ്റം വന്നതിന് ശേഷം, അതായത് നമ്മുടെ ഈ IPOs വന്നതിന് ശേഷം നമുക്കവിടെ ബ്രോക്കറിൻ്റെ സഹായമൊന്നും നേടേണ്ട ആവശ്യമില്ല. കാരണം ആരും അതിലേക്ക് എന്ത് ചെയ്യേണ്ട, സൈൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഫിസിക്കൽ സിഗ്നേച്ചർ അവിടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നോ ഫിസിക്കൽ സിഗ്നേച്ചർ വിൽ ബി റിക്വയർഡ് ടു സബ്മിറ്റ് ദ ബിഡ്സ്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ഈ IPOs വിൽ ബ്രിങ് ലാർജർ ഇൻവെസ്റ്റ് പാർട്ടിസിപ്പേഷൻ എന്നാണ് പറയുന്നത്. ഒരു ഇത് കൊണ്ടുവരുമ്പോൾ സെബിയുടെ ഒരു ധാരണ എങ്ങനെയാണ്, ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കൂടുതൽ ആളുകൾ ദാറ്റ് ഈസ് ഈ ഒരു മാർക്കറ്റിലേക്ക് വന്ന് സെക്യൂരിറ്റീസ് വാങ്ങിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കുറേ നമ്മൾ ആദ്യം കുറേ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കില്ല, അങ്ങനെയുള്ള ബ്രോക്കർ വേണം, ബ്രോക്കറിനെ കണ്ടുപിടിക്കണം, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു റീസെൻറ്റ് റിഫോം കൊണ്ട് സാധിക്കുമെന്നാണ് സെബിയുടെ ഒരു സെബി ഇതിനെ കൊണ്ട് ഈ ഒരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് സെബിയുടെ ഒരു ധാരണ എന്നുള്ളതാണ് പറയണത്, അസംഷൻ എന്ന് പറയുന്നത്. ഇനി അത് അപ്പോൾ ഈ IPOs എന്ന് പറയുന്നത് ഒരു റീസെൻറ്റ് ട്രെൻഡാണ്. പിന്നെ പറയുന്ന ഒരു ട്രെൻഡാണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എ ന്യൂ ബ്രീഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പുതിയ ബ്രീഡ് എന്ന് പറയും, പുതിയ ബ്രീഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ആങ്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, ആങ്കറിങ് നമ്മൾ TV-ലൊക്കെ കാണുന്ന സംഭവമാണ് അല്ലേ. ആങ്കറിങ് ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതിനെ ആങ്കർ ചെയ്യാൻ ആളുണ്ടായിരിക്കും. അപ്പോൾ ആ സെയിം തന്നെ ആലോചിച്ച് ആ കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്കാണ് കൊണ്ടുവരാം. എന്താണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഇത്രയും ക്ലാസ്സുകൾ പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, മ്യൂച്വൽ ഫണ്ട് ആയിരിക്കാം, ഇൻഷുറൻസ് കമ്പനീസ് ആയിരിക്കാം അല്ലേ, അങ്ങനെയുള്ളവരൊക്കെയാണ് മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, ഇവരൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹു ആർ ഓഫേർഡ് ദ ഷെയർസ് ഇൻ ആൻ IPO ബിഫോർ ദ ഓഫർ ഓപ്പൺസ്. അതായത് ഇപ്പം നാളെയാണ് ഓഫർ നടത്തണമെന്നുണ്ടെങ്കിൽ ആ ഓഫർ നടത്തേണ്ട ഒരു ദിവസം മുൻപ്, അതായത് ഇന്ന് തന്നെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, ഷെയർസ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അത് ഓഫർ ചെയ്യും. അല്ലേ, ആ ഒരു മെത്തേഡാണ് ദാറ്റ് ഈസ് എന്തിൽ പറയണത്, ആങ്കർ ഇൻവെസ്റ്റേഴ്സിൽ പറയണത്. സാധാരണ നാളെയാണ് ശരിക്കുള്ള ഡേറ്റ്, ദാറ്റ് ഈസ് ഓൺ എന്താണ് ഇന്നിപ്പോൾ 30th ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നാളെയാണ് ശരിക്കും ഇഷ്യൂ തുടങ്ങേണ്ടതുണ്ടെങ്കിൽ എന്താണ് പറയണത്, തലേ ദിവസം തന്നെ ഒറ്റ ദിവസം മുൻപ് ഒറ്റ ദിവസം മുമ്പ് തന്നെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യും, ഈ ഷെയർസ് ഓഫർ ചെയ്യും. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് ആങ്കർ എന്ന് പറയുന്നത്. ആസ് ദ നെയിം സജസ്റ്റ്, ആ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ എന്താണെന്നാണ് പറയുന്നത്, ദേ ആർ സപ്പോസ് ടു ആങ്കർ ദി ഇഷ്യൂ. അവരാണ് അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനൊരു ഓഫറിങ് വരുന്നുണ്ട്, ഞങ്ങളത് വാങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഇവരൊക്കെ വാങ്ങിയല്ലോ, ഇത്രയും ഒരു ഗ്യാരണ്ടി അല്ലേ, ഇവരൊക്കെ വാങ്ങിക്കഴിഞ്ഞതാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കും എന്നുള്ള ചിന്തയിലേക്ക് വരും. അതാണ് അതിൻ്റെ ഒരു ഈ വന്നിട്ടുള്ള റീസെൻറ്റ് റിഫോംസ് ഒക്കെ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതാണ് അതിന് പറയുന്നത്, ദേ ആർ സപ്പോസ്ഡ് ടു ആങ്കർ ദ ഇഷ്യൂ ബൈ അഗ്രീയിങ് ടു സബ്സ്ക്രൈബ് ടു ഷെയർസ് അറ്റ് എ ഫിക്സഡ് പ്രൈസ്. അവർ മുൻകൂട്ടി തന്നെ ഫിക്സഡ് പ്രൈസിൽ ഷെയർസ് വാങ്ങിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, മറ്റ് ഇൻവെസ്റ്റേഴ്സ് അതിനെക്കുറിച്ച് അറിയുമ്പോൾ ദർ വിൽ ബി എ ഗ്രേറ്റർ ഡിമാൻഡ് ഫോർ ദി ഓഫർ ഷെയർസ്. ഓഫർ ചെയ്ത ഷെയർസിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകും. അപ്പോൾ അതാണ് ഈ ആങ്കർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആങ്കർ ഇൻവെസ്റ്റർ ഒരു മിനിമം എന്ത് ചെയ്യണം, 10 കോടിയുടെ ഇഷ്യൂ അതായത് എന്ത് ചെയ്യണം, ഇഷ്യൂലേക്കും എങ്കിലും പൈസ ഇടണം. അതാണ് അതിന് പറയുന്നത്. ഈ ആങ്കർ ഇൻവെസ്റ്റർ ഹാസ് ടു പുട്ട് എ മിനിമം ഓഫ് ₹10 crore കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല, 10 crore ഇൻ ദ ഇഷ്യൂലേക്ക് ഒരു 10 കോടിയെങ്കിലും ഇട്ടാൽ മാത്രമാണ് ഇവർക്കൊരു ആങ്കർ ഇൻവെസ്റ്റർ ആവാനായിട്ട് സാധിക്കും.
ആങ്കർ ഇൻവെസ്റ്റർ. അപ്പോൾ ഇവരാണ് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇത് 2009 നമ്മുടെ സെബി ഇത് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. സെബി ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ഇൻ IPO ഇൻ 2009. IPOയിൽ ഇങ്ങനെ ഒരു ആങ്കർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ശരിക്കും ഇഷ്യൂ നടക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് തന്നെ കുറച്ച് പേർക്ക് ഓഫറിംഗ് നടത്തും. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം തെറ്റല്ലേ എന്നൊക്കെ, പക്ഷേ അതൊരു സെബി ഗൈഡ് ലൈൻ പ്രകാരം കൊണ്ടുവന്നിട്ടുള്ള, ദാറ്റ് ഈസ് ലീഗലായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ്, പ്യുവർലി ടു അട്രാക്റ്റ് മോർ ഇൻവെസ്റ്റേഴ്സ്. ക്ലിയർ? ഇനി എന്താണ് ഇതിൻ്റെ ആങ്കർ ഇൻവെസ്റ്റർ? അപ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ 10 crores എങ്കിലും വേണം. പിന്നെ എന്താ വെച്ചാൽ അവിടെ ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ബാക്കിയുണ്ടെങ്കിൽ 30 days ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ ലോക്ക് ഇൻ പീരീഡ് എന്ന് പറഞ്ഞാൽ അതുവരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാങ്ങാനോ അതിൻ്റെ ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് നിങ്ങൾ ടെക്സ്റ്റിൽ കാണാം, ദിസ് റൂൾ എൻഷുവേഴ്സ് ദാറ്റ് ദി ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ട് ടു ഫ്ലിപ്പ് ഷെയർസ് ഓൺ ലിസ്റ്റിംഗ് ഡു നോട്ട് യൂസ് ദി ആങ്കർ ഇൻവെസ്റ്റർ മെത്തേഡ്. ആങ്കർ റൂട്ട് എടുക്കണ്ട. അതായത് ഫ്ലിപ്പ് ഷെയർസ് എന്ന് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് തന്നെ ഇന്ന് വാങ്ങി നാളെ വിൽക്കാം, അങ്ങനെ ചെയ്യുന്ന കുറേ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ, അവർക്ക് ഈ ഒരു റൂട്ട് നല്ലതല്ല. അപ്പോൾ 30 days, ഒരു മാസമെങ്കിലും കയ്യിൽ വയ്ക്കും എന്ന് ധാരണയുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഷെയർസ് വാങ്ങിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ 30 days ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അല്ല ചിലരുണ്ടാവും ഇന്ന് വാങ്ങിയിട്ട് വില കൂടി കാണുമ്പോൾ നാളെ വിൽക്കും, അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ഒരു റൂട്ട് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ആങ്കർ ഇൻവെസ്റ്റേഴ്സിൽ കാണാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയി പോകുന്നില്ലേ? നമ്മൾ ഓരോ പറയുന്ന പോയിൻറ്റ്സുകളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ദാറ്റ് ഈസ് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് സെബി ഹാവ്സ് IPO ടൈം ലൈൻ ടു 6 days. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹാഫ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പകുതിയാക്കി. നമ്മൾ പറഞ്ഞിരുന്നു 12 days ആണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് 6 days ആക്കി കുറച്ചു. ഓൺലൈൻ ട്രേഡിംഗ് ഒക്കെ വന്നപ്പോൾ 6 ദിവസത്തിൻ്റെ അകം തന്നെ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, നമുക്ക് IPOയുടെ ടൈം ലൈൻ കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ അതിനോട് കുറേ ഗുണങ്ങൾ പറഞ്ഞു അല്ലേ, വലിയ ബോധറേഷനൊന്നും ഇല്ലാതെ, ഫണ്ട് അധികം ബ്ലോക്ക് ചെയ്യാതെ. എന്താ ഫണ്ട് അധികം ബ്ലോക്ക് ചെയ്യാതെ എന്ന് പറയുന്നത്, 12 ദിവസം എടുക്കുമ്പോൾ നമ്മുടെ അത്രയും എമൗണ്ട് നമ്മുടെ എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ച പോലെയാണെങ്കിൽ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ, എമൗണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. പക്ഷേ അപ്പോൾ 12 ദിവസം വരെ അവിടെ കിടക്കണമായിരുന്നു. ഇത് 6 ദിവസത്തിനകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുമെങ്കിൽ മണി റിലീസ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഫണ്ട് ബ്ലോക്കിംഗ് മാറ്റാം. ക്ലിയർ? അപ്പോൾ അതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണ്, സെബി ഹാഫ് ദ ടൈം റിക്വയർഡ് ബിറ്റ്വീൻ ലിസ്റ്റിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് എൻ IPO. ഒരു IPO ലിസ്റ്റ് ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ടൈം പകുതിയാക്കി സെബി ചുരുക്കി എന്നാണ് പറയുന്നത്. കറൻ്റ്ലി ഇപ്പോഴത്തെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത് T+12 എന്നാണ്. ദാറ്റ് ഈസ് T+2 എന്ന് പറയുന്നത്. T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേ ഓഫ് ദി ഇഷ്യൂ ആണ്. ലാസ്റ്റ് ഡേ ഓഫ് ദി ഇഷ്യൂ പ്ലസ് 12 days ആണ് ഇപ്പോൾ സെബി കൊടുത്തിരുന്നത്. അതൊന്ന് എന്ത് ചെയ്തു, ഒന്ന് മാറ്റി മറിച്ചു എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് 2016 January 1 തൊട്ട് അതെന്താക്കി മാറ്റി, T+6. അതായത് ഇഷ്യൂ നടത്തി ലാസ്റ്റ് ഡേന്ന് അവിടെ നിങ്ങളുടെ 6 ദിവസത്തിനകം, അത്രയും നമുക്ക് ആ ടൈം ലൈൻ തരുന്നുള്ളൂ. അപ്പോൾ അത് സെബി കൊണ്ടുവന്നിട്ടുള്ളൊരു മാറ്റമാണ്. ദിസ് മൂവ് വുഡ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഇൻവോൾവ് വിത്ത് എ പബ്ലിക് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അല്ലെ, ദിവസം കുറയുമ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചിലവും കുറയും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ദിസ് മൂവ്, അതായത് അപ്പോൾ നമ്മൾ നീട്ടി വലിക്കുന്നില്ല, വേഗം തന്നെ ആ കാര്യങ്ങൾ അവസാനിപ്പിക്കും. ദിസ് വുഡ് ഹെൽപ്പ് ടു റിഡ്യൂസ് ദ കോസ്റ്റ് ഇൻവോൾവ് വിത്ത് ദി IPOയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കോസ്റ്റ് ചിലവ് കുറയ്ക്കാനായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതാണ് പറയുന്നത് IPO ടൈം. അപ്പോൾ അതൊക്കെ 1 വേർഡിലേക്ക് അറിഞ്ഞിരിക്കുന്നതാണ്. T+12 ഉള്ളത് T+6 ആക്കി മാറ്റി. T എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ഇഷ്യൂ ആണ്. ക്ലിയർ? പിന്നെ വന്നിട്ടുള്ളൊരു സംഭവമാണ് ESOP. അത് നിങ്ങൾ പഠിച്ച് കാണും കേട്ടോ. ESOP നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ടച്ച് ചെയ്തൊക്കെ പോയിട്ടുണ്ടായിരിക്കണം. ഉറപ്പായിട്ട് നിങ്ങൾ ESOP പഠിച്ച് പോയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ എന്തായാലും ഫുൾ ഫോം നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡിൽ നോട്ട് ചെയ്ത് വെക്കുക. ESOP എന്ന് പറഞ്ഞെങ്കിൽ എംപ്ലോയി സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാൻ. എന്താണ് എംപ്ലോയി സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാൻ? ക്ലിയർ? കൃത്യമായിട്ട് തന്നെ അവിടെ എഴുതി വെക്കുക കേട്ടോ. അതായത് ഒന്നുമില്ല, എംപ്ലോയീസിനെയും കൂടി നമ്മുടെ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡറിൻ്റെ ഭാഗമാക്കി മാറ്റി, ഓണറാക്കി മാറ്റുക. അതിനെയാണ് നമ്മൾ. അപ്പോൾ അവർക്കത് എക്സലൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു സ്കീമാണ്. അപ്പോൾ അത് അതായത് എംപ്ലോയീസും എന്തായി മാറുന്നു, ഓണേഴ്സ് ഓഫ് ദ കമ്പനിയായി മാറുന്നു. അങ്ങനെ ഒരു സ്കീമാണിത്. നമുക്ക് നോക്കാം എന്താണ് അതിൽ പറയണത്. ഇത് സാധാരണയായിട്ട് ഈ ഒരു മെത്തേഡ് കമ്പനീസ് അഡോപ്റ്റ് ചെയ്യുക എന്തിനാണ്, ദാറ്റ് ഈസ് ടു മോട്ടിവേറ്റ് ദ സ്റ്റാഫ് മെമ്പേഴ്സിനൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ തന്നെയാണ് അത് ചെയ്യുന്നത്. അതായത് അവർ ചിന്തിക്കും ഞങ്ങളും ഇതിനൊരു ഭാഗമാണല്ലോ എന്നവർ ചിന്തിക്കുമ്പോൾ ദേ വിൽ വർക്ക് അക്കോർഡിംഗ്ലി അല്ലേ. നമുക്ക് തോന്നില്ല, ഇപ്പോൾ എൻ്റെ സ്ഥാപനമാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഉദാസീനതയായിട്ട് ഇടും, ഇല്ല എൻ്റെ സ്ഥാപനം നല്ല നിലയ്ക്ക് പോകണമെന്ന് തോന്നുമ്പോൾ ഐ വിൽ വർക്ക് ഹാർഡ്. അപ്പോൾ അങ്ങനെ ഒന്ന് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ ദിസ് സ്കീം എംപ്ലോയീസ് ക്യാൻ ഓൺ ഷെയർസ് ഓഫ് ദ കമ്പനി വേർ ദേ വർക്ക്. ക്ലിയർ അല്ലേ?
എംപ്ലോയീസ് ക്യാൻ റിസീവ് ദ ഷെയർസ്. ഇനി 3 തരത്തിലാണ് ഒരു സാധാരണ നിലയ്ക്ക് ഒരു എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആണ് അല്ലേ, ഒരു എംപ്ലോയിക്ക് ഷെയർസ് കിട്ടാം. ഒന്നെങ്കിൽ ബോണസ് കിട്ടും, ബോണസായിട്ട് കിട്ടാം. അതായത് ബോണസ് ഇഷ്യൂ എന്നല്ല, ഞാൻ പറഞ്ഞില്ലേ ബോണസ് എമൗണ്ട് ഒക്കെ കൊടുക്കുന്നതിന് പകരം ഷെയർസ് ആയിട്ട് കമ്പനിക്ക് കൊടുക്കാം. അല്ലെങ്കിൽ അവർ കാശ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, കമ്പനിയിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റ്ലി തന്നെ വാങ്ങിക്കും, അത് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്, ഒപ്റ്റെയിൻ ദം ബൈ ESOP വഴി അവർക്ക് എന്ത് കിട്ടുമെന്നാണ് പറയണത്, അവർക്കത് കിട്ടും. അപ്പോൾ അങ്ങനെ 3 തരത്തിലാണ് ഒരു എംപ്ലോയിക്ക് ഒരു കമ്പനിയിലെ ഷെയർസ് വാങ്ങിക്കാനായിട്ട് സാധിക്കുക. ഒന്നെങ്ങനെയാണ് ബോണസായിട്ട് ചിലപ്പോൾ അവർക്ക് കിട്ടാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക്, ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് നേരിട്ട് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാം. അല്ലെങ്കിൽ പിന്നെ കിട്ടുന്നത് എംപ്ലോയി സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാൻ വഴിയാണ്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ സെബി ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടു റീറ്റെയിൻ, റിവാർഡ് ആൻഡ് മോട്ടിവേറ്റ് ദ സ്റ്റാഫ്. 3 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ഉള്ള എംപ്ലോയീസിനെ അവിടെ റീറ്റെയിൻ ചെയ്ത് നിർത്തണം. അതായത് ഓണേഴ്സാണെന്ന് തോന്നും, ഓണേഴ്സാണ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് പോവില്ല. അപ്പോൾ റീറ്റെയിൻ ചെയ്ത് നിർത്തണം. അവർക്ക് ഒരു റിവാർഡ് പോലെ, നിങ്ങൾ കമ്പനിയുടെ ഒരു ഭാഗമായിക്കോളൂ എന്ന് പറഞ്ഞൊരു റിവാർഡ് പോലെ കൊടുക്കാം. പിന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും. ക്ലിയർ. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്യണത്, ഈ സാധാരണ നിലയ്ക്ക് ഈ ESOP എന്നുള്ള ഈ ഒരു പ്രോഗ്രാം സെബി കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് എപ്പോഴും കൊടുക്കുക ഒരു പ്രിഡിറ്റർമൈൻ പ്രൈസിലാണ് കൊടുക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് എന്നല്ല, അതിലൊരു കണ്ടീഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് ബി ട്രാൻസ്ഫർ ടു എനി അതർ പേഴ്സൺ. വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അത് ആ കമ്പനിയിലെ എംപ്ലോയി എന്നുള്ള നിലയ്ക്ക് അവർക്ക് എന്ത് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്, ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അതൊരു കാരണവശാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. അതേസമയം അവർക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വേണ്ട എന്ന് പറയാനുള്ള അവകാശമുണ്ട്. നിർബന്ധമായിട്ട് വാങ്ങിക്കണമെന്നൊന്നുമില്ല. ദ എംപ്ലോയി ക്യാൻ ഡിനൈ ദ ഓഫർ ഇഫ് ഹി തിങ്സ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വർത്ത് ഇൻവെസ്റ്റിംഗ് ഇൻ ഇറ്റ്. അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബൈയിങ് ഓർ റിവാർഡിങ്, ആ റിവാർഡ് കിട്ടുന്നതിലോ അല്ലെങ്കിൽ അത് ബൈ ചെയ്യുന്നതിലോ ഞങ്ങൾക്ക് അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയണത്, അവർക്കത് വേണ്ട എന്ന് വെക്കാം. അതിനുള്ള ഓപ്ഷനും ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ ESOP എന്ന് പറയണത് ദാറ്റ് ഈസ് എ സ്കീമാണ്. ഇനി വരുന്ന ഒരു റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്നാണ് പറയുന്നത്. ഗ്രീൻ ഷൂ ഓപ്ഷൻ, അതായത് ഇത് എപ്പോഴാണ് വരിക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇഷ്യൂ നടത്തിയ ഒരു കമ്പനി, അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടി, ഓവർവെൽമിങ് സപ്പോർട്ട് എന്നാണ് പറയുന്നത്. ജോയിൻ IPO അതായത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ, അതായത് ഓവർ സബ്സ്ക്രിപ്ഷനിലേക്ക് വന്നു. അപ്പോൾ നമുക്കറിയാം അണ്ടർ സബ്സ്ക്രിപ്ഷനും വരും, ഓവർ സബ്സ്ക്രിപ്ഷനും വരും അല്ലേ. നിങ്ങൾ ഷെയർ അലോട്ട്മെൻറ്റിലൊക്കെ ഈവൻ എൻട്രി എഴുതി പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ, ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്ന അവസരങ്ങളിൽ ചെയ്യാവുന്ന ഒരു സ്കീം, ഒരു സെബി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the authorities may allow the issuing company to retain a little more, കുറച്ചും കൂടി അധികം ദാൻ വാട്ട് ഈസ് ആക്ച്വലി ഓഫേർഡ് ടു ദ പബ്ലിക്. എത്രയാണ് പബ്ലിക്കിന് ഇപ്പം ഓഫർ ചെയ്തിരിക്കുന്നത് അതിനേക്കാൾ കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാനായിട്ട് സമ്മതിക്കും. അങ്ങനെ ഒരു സ്കീമാണ് ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് മീൻസ് ആൻ ഓപ്ഷൻ ഓഫ് അലോക്കേറ്റിംഗ് ഷെയർസ് ഇൻ എക്സസ് ഓഫ് ദി ഷെയർസ് എന്നാണ് പറയുന്നത്. ഷെയർസ് ഇപ്പോഴുള്ള ഷെയർസിനേക്കാൾ കുറച്ചധികമായിട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പബ്ലിക് ഇഷ്യൂവിൽ നമ്മളിപ്പോൾ കുറച്ച് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടും അതിനേക്കാൾ കുറച്ചധികം കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനെയാണ് നമ്മൾ എന്ത് പറയണത്, ദാറ്റ് ഈസ് ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് പറയണത്. ക്ലിയർ. SEBI ഗൈഡ്ലൈൻസ് അലോ ദ ഇഷ്യൂയിങ് കമ്പനി ടു ആക്സെപ്റ്റ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അതായത് ഈ ഒരു സ്കീം പ്രകാരം എന്ത് ചെയ്യാം, ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, അത് ആക്സെപ്റ്റ് ചെയ്യാം. മനസ്സിലാക്കി വയ്ക്കുക, കമ്പനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ആക്സെപ്റ്റ് ദ സബ്സ്ക്രിപ്ഷൻ സബ്ജക്റ്റ് ടു എ സീലിംഗ്. അപ്പോൾ അത് മുഴുവനോട് കൂടിയിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മുഴുവനോട് കൂടിയൊന്നും ഓവർ സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കാൻ പറ്റില്ല. അതിനൊരു സീലിംഗ്, ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണോ പബ്ലിക്കിന് ഓഫർ ചെയ്തത് അതിൻ്റെ 15%. അപ്പോൾ അതിൻ്റെ 15% കൂടി എന്ത് ചെയ്യാം, കമ്പനിക്ക് ഓവർ സബ്സ്ക്രിപ്ഷനായിട്ട് എന്ത് ചെയ്യാം, റിസീവ് ചെയ്യും. അതാണ് ദാറ്റ് ഈസ് എന്ന് പറയുന്നത് ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ അതും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ദാറ്റ് ഈസ് റിഫോംസ് ഇൻ ദി ന്യൂ ഇഷ്യൂ മാർക്കറ്റാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഫ്രീ പ്രൈസിങ് ഓഫ് ഷെയർസ്. അപ്പോൾ പേര് പോലെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ പ്രൈസിങ് നടത്താം. അതായത് മുൻപൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെയർസൊക്കെ പ്രീമിയത്തിൽ ചെയ്യാം, ഡിസ്കൗണ്ടിൽ ചെയ്യാം, ഫേസ് വാല്യൂലൊക്കെ ഇഷ്യൂ ചെയ്യല്ലേ. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരുടെ കൺസെൻറ്റ് വേണമെന്നാണ് പറയുന്നത്, കൺട്രോളർ ഓഫ് ദി ക്യാപിറ്റൽ ഇഷ്യൂവിൻ്റെ കൺട്രോളർ ഓഫ് ദി ക്യാപിറ്റൽ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ അനുമതിയോട് കൂടി മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ, ദാറ്റ് ഈസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യണമെങ്കിൽ നടക്കുമായിരുന്നുള്ളൂ. പക്ഷേ എന്താണ് പറയുന്നത്, നൗ കമ്പനീസ് ക്യാൻ ഡിസൈഡ് ദ പ്രൈസ്. ഇപ്പോൾ അങ്ങനെ സ്ഥിതിയൊക്കെ മാറി കമ്പനീസിൽ തന്നെ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, പ്രൈസ് തീരുമാനിക്കാം എന്നാണ് പറയുന്നത് ബൈ ദംസെൽസ്. കമ്പനീസ് എലിജിബിൾ ടു മേക്ക് പബ്ലിക് ഇഷ്യൂ ക്യാൻ ഫ്രീലി പ്രൈസ് ദെയർ ഇക്വിറ്റി ഷെയർസ് എന്നാണ് പറയുന്നത്. അതായത്
പബ്ലിക് ഇഷ്യൂ നടത്താനായിട്ട് അനുവാദമുള്ള എല്ലാ കമ്പനീസിനും എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, അവർ ഇക്വിറ്റി ഷെയർസിൻ്റെ പ്രൈസ് അവർക്ക് തന്നെ നിശ്ചയിക്കാം. അത് സെബി കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളിൽ ഒന്നാണ്. മറ്റേത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു, അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ അത് പ്രീമിയത്തിൽ കൂടുതൽ പ്രൈസിലൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂവിൻ്റെ അനുവാദത്തോടു കൂടിയൊക്കെ വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഏതൊരു സെക്യൂരിറ്റിക്ക് ആണെങ്കിലും, ഇക്വിറ്റി ഷെയർസ് ആയിക്കോട്ടെ വേറെ ഏതൊരു സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ, ദാറ്റ് ഈസ് കമ്പനിക്ക് തന്നെ എന്ത് ചെയ്യാം, ദേ ക്യാൻ ഡിസൈഡ് ദയർ പ്രൈസ് ബൈ ദെംസെൽസ്. അവർക്ക് തന്നെ അതിൻ്റെ പ്രൈസ് തീരുമാനിക്കാനായിട്ട് സാധിക്കും. ആസ് പെർ ദി സെബി ഗൈഡ് ലൈൻസ് 2000 സെബിയുടെ 2000 ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടാണ് ഈ ഒരു മാറ്റം വന്നതെന്നാണ് പറയുന്നത്. ദ ഇഷ്യൂർ ക്യാൻ ഫിക്സ് അപ്പ് ദ ഇഷ്യൂ പ്രൈസ്. ഇനി ഇഷ്യൂ പ്രൈസ് വെറുതെ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് കമ്പനിക്ക് ഉയർത്തുകയോ കൂട്ടുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി മെർച്ചൻറ്റ് ബാങ്കറിനോട് എന്ത് ചെയ്യണം, കൺസൾട്ട് ചെയ്യും. എന്ത് ചെയ്യുന്ന ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് എന്താണ്, മെർച്ചൻറ്റ് ബാങ്കുമായിട്ടൊന്ന് ജസ്റ്റ് കൺസൾട്ട് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുക. അല്ലാതെ കമ്പനിക്ക് തോന്നുകയാണ് ഇന്ന് 10 രൂപ നാളെ 12 രൂപ അങ്ങനെ കമ്പനി തീരുമാനിക്കില്ല. എപ്പോഴും ഉണ്ടല്ലോ അത് ഒരു ഈസി വേയിൽ പോകണ ഈസി ഗോയിങ് അല്ലാതെ. അപ്പോൾ അത് മെർച്ചൻറ്റ് ബാങ്കറുമായിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, കൺസൾട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അത് അങ്ങനെ ചെയ്തിട്ട് മെർച്ചൻറ്റ് ബാങ്കിനെ അനുവദിക്കുന്ന സമയത്ത് എന്താണെന്നാണ് പറയുന്നത്, അതിനകത്ത് വെച്ചിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. സബ്ജക്ട് ടു ഗിവിംഗ് ഡിസ്ക്ലോഷേഴ്സ് ഓഫ് ദി പാരാമീറ്റേഴ്സ് വിച്ച് വെർ കൺസിഡേർഡ് ബൈ ഡിസൈഡിങ് ദ ഇഷ്യൂ പ്രൈസ്. എന്താണ് ഇഷ്യൂ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില പാരാമീറ്റേഴ്സ്, ചില ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ കണ്ടീഷൻസ് പ്രകാരം എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് മെർച്ചൻറ്റ് ബാങ്കറുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ഇഷ്യൂ പ്രൈസ് ഫിക്സ് ചെയ്യാം. അതാണ് ദാറ്റ് ഈസ് എന്ന് പറയുന്നത് ഫ്രീ പ്രൈസിങ് ഓഫ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കും അല്ലേ. ഇത്രയാണ് അപ്പോൾ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ വന്നിട്ടുള്ള റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള റിഫോംസുകൾ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളപ്പോൾ ദാറ്റ് ഈസ് പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, ദാറ്റ് ഈസ് ഒരു പ്യുവർ ഓപ്ഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്തത്. പിന്നെ വന്നൊരു സ്കീം എന്തായിരുന്നു, ദാറ്റ് ഈസ് ASBA വഴി എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ഓഫറിംഗ് നടത്താം. ദാറ്റ് ഈസ് അപ്ലിക്കേഷൻ സപ്പോർട്ട് ബ്ലോക്ക്ഡ് എമൗണ്ട് പ്രോസസ്സ് വഴി നടത്താം നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്, അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാകുന്ന കുറേ അഡ്വാൻറ്റേജസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താണ്, എന്തെങ്കിലും IPO നോംസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പോകുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പെനാലിറ്റീസ്, ഇതൊക്കെ എന്താണെന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളാണ്. പിന്നെ വന്നതാണ് ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് നമുക്കൊന്നും കൂടി അത് ഡീറ്റെയിലേക്ക് പോകണം. ഗ്രേ മാർക്കറ്റ് പിന്നെ വന്നതാണ് EIPOs, ദാറ്റ് ഈസ് ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നുള്ള സംവിധാനം വന്നു. പിന്നെ വന്നാണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് അല്ലേ, അതൊരു പുതിയ വന്നിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ ആയിരുന്നു. ആങ്കർ ഇൻവെസ്റ്റേഴ്സിലേക്ക് വന്നു. പിന്നെ സെബി ചെയ്ത് എന്തായിരുന്നു, അതിൻ്റെ ടൈം ലൈൻ ദാറ്റ് ഈസ് എന്ത് ചെയ്തു, 12 നിന്ന് 6 ആക്കി കുറച്ചു. അതും വന്നിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ കൊണ്ടുവന്നാണ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാൻ എന്ന് പറയുന്നത്, അത് കൊണ്ടുവന്നു. പിന്നെ അതിൽ വന്നിട്ടുള്ളത് ഗ്രീൻ ഷൂ ഓപ്ഷനാണ്. ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഫെസിലിറ്റി വന്നു. അതായത് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നാൽ 15% വരെ കമ്പനീസിന് ആക്സെപ്റ്റ് ചെയ്യാം. പിന്നെ പറഞ്ഞതാണ് ഫ്രീ പ്രൈസിങ് ഓഫ് ഷെയർസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സിൽ കണ്ടത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഒരു മെയിൻ ഭാഗം, അതായത് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിലെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. പ്രൈമറി മാർക്കറ്റ് അഥവാ ന്യൂ ഇഷ്യൂ മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് മാർക്കറ്റ്, അങ്ങനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സെഷൻ നല്ലോണം കഴിഞ്ഞു. പ്രൈമറി മാർക്കറ്റ് എന്നുള്ള സെഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ ആസ് പെർ ടെക്സ്റ്റിൽ നമ്മൾ എടുക്കാതെ വിട്ടുപോയിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും ഇൻ്റർമീഡിയറീസ് ഇൻ ദ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. കണ്ടോ, ഒരു പേജ് നമ്പർ 103 കിടക്കുന്നുണ്ടായിരിക്കും. ഇൻ്റർമീഡിയറീസ് ഇൻ ദ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഒന്ന് നോക്കിയേ. അതിൽ മെർച്ചൻറ്റ് ബാങ്കേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ, അപ്പോൾ അത് വായിച്ച് നിങ്ങൾ പഠിക്കുക. അണ്ടർ റൈറ്റേഴ്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ കണ്ടുപോയിട്ടുണ്ട്. ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ, ബ്രോക്കേഴ്സ് ടു ആൻ ഇഷ്യൂ, രജിസ്ട്രാർ ടു ആൻ ഇഷ്യൂ, ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്സ് STA അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഡിബഞ്ചർ ട്രസ്റ്റീസ് അതായിരിക്കും ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകാതിരുന്നത്. അതൊന്നുമില്ല. അതായത് ഡിബഞ്ചേഴ്സ് വഴി കമ്പനി ഫണ്ട് മൊബിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുമെന്നാണ് പറയുന്നത്, ഒരു ട്രസ്റ്റി ഉണ്ടായിരിക്കും. എ ട്രസ്റ്റി ഫോർ എ ട്രസ്റ്റ് ഡീഡ് ഈസ് റിക്വയർഡ്. അപ്പോൾ ഒരു ട്രസ്റ്റ് ഡീഡിന് വേണ്ടി ട്രസ്റ്റ് എഗ്രിമെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ ഒരു ട്രസ്റ്റി, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് അവിടെ ആവശ്യം വരുന്നതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ടു ആക്ട് ആസ് എ ഡിബഞ്ചർ ട്രസ്റ്റി. എ സർട്ടിഫിക്കറ്റ് ഫ്രം സെബി ഈസ് എ മസ്റ്റ്. അപ്പോൾ ഇതൊരു ഇൻ്റർമീഡിയറി ആണ്. അപ്പോൾ ട്രസ്റ്റിൻ്റെ രീതിയിലാണെന്നുണ്ടെങ്കിൽ നടത്തണമെന്നുണ്ടെങ്കിൽ, അത് ഡിബഞ്ചേഴ്സിന് വേണ്ടി ഡിബഞ്ചേഴ്സ് വഴിയാണ് നടത്തുന്നത് ഫണ്ട് റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രസ്റ്റ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, അങ്ങനെ ചെയ്യാൻ വേണ്ടി സെബിയിൽ നിന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങിക്കണം എന്നാണ് പറയുന്നത്. ദ ഡിബഞ്ചർ ട്രസ്റ്റി ഹാസ് ടു എക്സിക്യൂട്ട് ഓൾ ദ ഡ്യൂട്ടി ആസ് പെർ ദി ട്രസ്റ്റ് ഡീഡ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യണം, ട്രസ്റ്റ് ഡീഡിൽ, അതായത് ഡീഡ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ്, ട്രസ്റ്റ് ഡീഡിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അതനുസരിച്ച് തന്നെ പറഞ്ഞു പോകണം. ക്ലിയർ? പറഞ്ഞു പോകണമെന്നല്ല, അതനുസരിച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പോകണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ. ഓക്കെ,
അതിലെന്തൊക്കെയാണോ അയാൾക്ക് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടീസ് ഫംഗ്ഷൻസ് അതനുസരിച്ച് തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് പറഞ്ഞിട്ടുണ്ട്. ഡിപ്പോസിറ്ററീസ് അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഡി പി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് എന്നുള്ളതാണ്. ഹീസ് ആൻ ഇൻ്റർമീഡിയറി ഹു ഈസ് രജിസ്റ്റേർഡ് വിത്ത് ഇറ്റ്സ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ, ഹി അല്ല ഡി പി ഈസ് ആൻ ഇൻ്റർമീഡിയറി ഹു ഈസ് രജിസ്റ്റേർഡ് വിത്ത് ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ത്രൂ എന്താണ് NSDL CDSL അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയാണ് നമുക്ക്. എന്നിട്ട് ഡി പിയുടെ കുറച്ച് സർവീസസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടാണ്, ദാറ്റ് ഈസ് ഇൻ വൺ വേ ഓർ അനദർ വേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വീണ്ടും, അപ്പോൾ ഞാനത് വീണ്ടും ഒരു ക്ലാസ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കും ബോറിംഗ് ആണ്, കേട്ട കാര്യങ്ങളല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നും. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗങ്ങൾ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് പോകാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഒരു വലിയൊരു ഭാഗം പ്രൈമറി മാർക്കറ്റ് നമ്മുടെ കഴിഞ്ഞു, ന്യൂ ഇഷ്യൂ മാർക്കറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് കാണേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ സെക്കൻഡറി മാർക്കറ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഓക്കെ. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് എടുത്ത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് മീ കേട്ടോ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്.